നമുക്കത് ഒരു ഡിസംബറിൽ ചക്ക കിട്ടുന്നതാണ്. നമ്മുടെ അതിനകത്ത് കുറേ ചക്ക ഉണ്ടായിരുന്നു. നമ്മൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അല്ലാത്തവർക്കെല്ലാം കൊടുത്തു. നമ്മളിത് കുറേ ചക്ക കിട്ടി. ഈ പ്ലാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള പഴമാണ്, നല്ല മഞ്ഞ കളറ്, വറക്കാൻ നമ്മൾ ചിപ്സാക്കാൻ സൂപ്പറാണ്. നമ്മൾ ചക്ക അല്ല പ്ലാവ് കൃഷി ആരും അധികം വളങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. നമ്മുടെ മണ്ണിലുള്ള വളങ്ങളൊക്കെ വലിച്ചെടുത്തുകൊണ്ടാണ് പ്ലാവ് വളരുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ വിഷാംശങ്ങളൊന്നുമില്ല. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മുടെ പറമ്പിലുണ്ടായൊരു പ്ലാവാണ്. ഉണ്ടോ പാമ്പ് എൻ്റെ തൊട്ട് തന്നെയാണ് മുമ്പ് ഓടിച്ചതാണ്, എന്നിട്ട് അത് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. ഒരു വില്ലൂന്ന് ഇനത്തിൽപ്പെട്ടൊരു പാമ്പാണ്, വിഷമില്ലാത്തതാണ്, നമുക്ക് ശല്യമൊന്നുമില്ല. കണ്ടോ അതിങ്ങനെ നിൽക്കുക. ഉണ്ടോ പോയി പാമ്പ്. വിഷമില്ലാത്തൊരു പാമ്പാണ്. നമ്മൾ കൃഷിയിടത്തിലൊക്കെ ധാരാളം കാണുന്നൊരു പാമ്പാണ്. ഇപ്പം പാമ്പുകളെ കുറവാണ്. അപ്പോൾ ഇത് നമ്മുടെ നാടൻ ഒരു പ്ലാവാണ്. ഇത് തനിയെ ഇവിടെ മുളച്ച് വന്ന് ഉണ്ടായൊരു പ്ലാവാണ്. എല്ലാ വർഷവും നന്നായിട്ട് ചക്ക കായ്ക്കും. അതാണ് ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്നത്. കണ്ടോ എത്രയാണെന്ന് നോക്കി. ഈ ചക്കയുടെ നിങ്ങൾ കായ്ച്ചിരിക്കുന്ന ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇത് കണ്ടോ, ഈ ചക്ക അവിടെയാണ് അതിൻ്റെ ഞെടുപ്പ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഇത്രയും നീളത്തിൽ വന്ന് ഇത്രയും ദൂരത്തിൽ ചക്ക കായ്ച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. നല്ലോണം ധാരാളം ചക്ക പിടിക്കുന്നത്. കണ്ടോ, നിങ്ങൾ നേരിട്ട് നോക്കി കാണാം. കൊലയായിട്ടാണ് ചക്ക പിടിക്കുന്നത്. മാങ്ങ പിടിക്കുന്ന പോലെ ചക്ക പിടിക്കുന്നത്. ഇതൊക്കെ നോക്കി കൊലയായിട്ട് പിടിക്കുന്നത്. ഒരൊറ്റ ഇത്രയും നീളമുള്ള ഞെടുപ്പിൽ 3 ചക്ക പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടാൽ അറിയാം. ഇത് നാടൻ ഇനത്തിൽപ്പെട്ടൊരു വരിക്കച്ചക്കയാണ്. ഉണ്ടോ എത്ര ചക്ക പിടിച്ചിരിക്കുന്നത്? 4 എണ്ണം. ഇതൊക്കെ വെച്ചാൽ ഇതിപ്പോൾ തടിയലായതുകൊണ്ട് പ്രശ്നമില്ല. മറ്റേ ശാഖയിലേക്ക് വന്നിങ്ങനെ പിടിക്കുവാണെങ്കിൽ ഇതെല്ലാം ശാഖ ഒടിഞ്ഞു പോകും. നമുക്ക് ബെഡിലാവിന് നമ്മൾ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നാണ്. ഇതിൻ്റെ മുകളിലൊക്കെ എല്ലാ തടിയേലും മെയിൻ തടിയേൽ മാത്രമാണ് കൂടുതൽ ചക്ക പിടിച്ചിരിക്കുന്നത്. ശാഖകളിൽ കുറവാണ്. അതാണ് നല്ല ഒരു ശരാശരി ഒരു വർഷം ഒരു 100 ചക്കയ്ക്ക് മേലെ പിടിക്കുന്നതാണ്. അധികം വലുപ്പമൊന്നും വെക്കത്തില്ല. എണ്ണം കൂടുമ്പോൾ നമുക്ക് ചക്കയുടെ വലുപ്പം കുറയും. അപ്പോൾ എണ്ണം കുറവാണെങ്കിൽ കുറച്ച് വലുപ്പം ഉണ്ടാകും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്ന ഒരു വരിക്കപ്പിലാവാണ്. ഇപ്പം വേറൊരു കൂഴപ്പിലാവാണ്. നമ്മൾ ഉണ്ടോ നിറച്ച് ചക്ക. ഈ പ്ലാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള പഴമാണ്, നല്ല മഞ്ഞ കളറ്, വറക്കാൻ നമ്മൾ ചിപ്സാക്കാൻ സൂപ്പറാണ്. ഞങ്ങൾ എല്ലാ വർഷവും ചിപ്സാക്കുന്ന ഈ ഒരു പ്ലാവിൻ്റെ ചക്കയാണ്. നമ്മൾ ഈ ചക്ക നമ്മൾ ചിപ്സാക്കിയിട്ട് പലർക്കും നമ്മൾ കൊടുക്കുമ്പോൾ അവർ ചോദിക്കും ഇതെന്നാ നിങ്ങൾ കളറ് ചേർത്തിട്ടുണ്ടോ ചോദിക്കും. അപ്പം നല്ല മഞ്ഞ കളറുള്ള ചക്കയാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ഇഷ്ടംപോലെ ചക്ക പിടിക്കും. ഇതിന് ഞങ്ങൾ എല്ലാ വർഷവും വേവിക്കാനാണേലും നല്ല ചക്കയാണ്. അങ്ങനത്തെ പ്ലാവാണ് നാടൻ പ്ലാവ്. ഇത് കുറേ വർഷമായല്ലോ, 10-30 വർഷമായ പ്ലാവാണ്. എല്ലാ വർഷവും ചക്ക പിടിക്കുന്നുണ്ട്. ചില വർഷങ്ങൾ കുറവായിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റുള്ള നല്ല കൂഴപ്പിലാവ്. നമുക്ക് എപ്പോഴും നമ്മൾ ചക്ക വറക്കാനൊക്കെ ഉപയോഗിക്കുമ്പം നല്ലത് കൂഴപ്പിലാവാണ് വരിക്കയേക്കാളും കൂടുതൽ. ഈ കൂഴപ്പിലാവിന് ചക്കയ്ക്ക് 100 കൂടുതലുണ്ടാവും. അപ്പം നമ്മൾ അത് വറുത്ത് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനത്തെ പ്ലാവാണ് ഇത്. പിന്നെ നമ്മൾ വേറെ പ്ലാവ് കാണിച്ചാൽ ഞങ്ങൾക്ക് ഡിസംബറിലേക്ക് കായ്ക്കുന്ന നാടൻ പ്ലാവ് തന്നെ, അതും വരിക്കപ്പിലാവാണ്. അത് ചക്കയ്ക്ക് കളറ് കുറച്ച് കറുപ്പ് കളറാണ്. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ അടുത്ത പ്ലാവാണ് വരിക്കപ്പിലാവാണ്, നാടൻ പ്ലാവ്. അതും നമുക്കത് ഒരു ഡിസംബറിൽ ചക്ക കിട്ടുന്നതാണ്. നമ്മുടെ അതിനകത്ത് കുറേ ചക്ക ഉണ്ടായിരുന്നു. നമ്മൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അല്ലാത്തവർക്കെല്ലാം കൊടുത്തു. നമ്മളിത് കുറേ ചക്ക കിട്ടി. നല്ല ചക്ക നല്ല മൂത്ത് കഴിയുമ്പോൾ കറുപ്പ് കളർ വരും. കാണാനൊക്കെ ഒരു ഭംഗി കുറവായി. പക്ഷേ ചെറിയ ചുളയാണ്. വേവിച്ച് കഴിഞ്ഞാൽ നല്ല നൂറാണ്, നല്ല ടേസ്റ്റാണ്. നല്ല അങ്ങനത്തെ ഒരു ചക്കയാണിത്. വറക്കാനൊന്നും കൊള്ളത്തില്ല, വറക്കാനൊക്കെ ചുളക്ക് കട്ടി കുറവാണ്. പക്ഷേ വേവിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, പഴുപ്പിക്കാനും നല്ലതാണ്. അങ്ങനത്തെ ഒരു പ്ലാവാണിത്. ധാരാളം ചക്ക പിടിക്കുന്നതാണ്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്ലാവ് എല്ലാവരും വിചാരിക്കുന്ന ബെഡ് പ്ലാവ് വച്ചാൽ മാത്രമേ ചക്ക പിടിക്കുള്ളൂ. അല്ല, നമ്മുടെ നാട്ടിൽ നാടൻകുരു വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള രുചികളുള്ള നല്ല ചക്കകൾ ലഭിക്കും. വരിക്കച്ചക്ക ലഭിക്കും, കൂഴച്ചക്ക ലഭിക്കും. ചിലർക്കൊക്കെയാണെങ്കിൽ കൂഴച്ചക്കയാണ് നല്ല കൂടുതൽ ഇഷ്ടം. എന്നുവെച്ചാൽ കൂഴച്ചക്കയാണെങ്കിൽ നമുക്ക് ഈ പൂച്ചപ്പം അങ്ങനെയൊക്കെ ഉള്ള എടനയുടെ ഇലയിലൊക്കെ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് നമുക്ക് എപ്പോഴും നമുക്ക് തയ്യാറാക്കി നമുക്ക് വെക്കാൻ പറ്റും.
ചക്കപ്പഴത്ത് കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചക്ക ഈ മഴക്കാലത്ത് ചക്ക ലഭിക്കാത്ത സമയത്തേക്ക് നമ്മൾ വേനൽക്കാലത്ത് കരുതി വെക്കും. അതെന്ന് വെച്ചാൽ നമ്മൾ ചക്ക പറിച്ച് അതിനെ ചെറുതായിട്ട് കീറി കുരുവൊക്കെ എടുത്ത ശേഷം നമ്മൾ അതിനെ വാട്ടി ഉണക്കി, പണ്ടൊക്കെ വെച്ചാൽ നമ്മൾ പാള കൂട്ടിയിട്ട് അതിനകത്താണ് നമ്മൾ ചക്ക സൂക്ഷിച്ച് വെക്കുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ. അത് കഴിയുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ പോലെ ഫ്രിഡ്ജ്, ഫ്രീസർ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എത്തിയത്. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാള കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ചിരട്ട വെച്ച് അടച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കും. അത് കുറേ കാലം കേടുകൂടാതിരിക്കും. അത് അന്നത്തെ കാലത്ത് നമ്മൾ ചക്ക വറുത്താലും നമ്മൾ അന്ന് ഇന്നത്തെ പോലെ ഇതുപോലെ ഒന്നും വെക്കത്തില്ല, ടിന്നിലോ അല്ല കവറിലൊന്നല്ല. അന്ന് ഈ പാളയിലാണ് പാള നല്ല വൃത്തിയുള്ള പാള കുത്തി അത് ഈർക്കിളി വെച്ച് സൈഡൊക്കെ കുത്തി നല്ല വൃത്തിയാക്കി കാറ്റ് കിടക്കാതെയാക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് ചക്ക വെച്ച് ചിലപ്പോൾ അതിന് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതിനകത്ത് മണലൊക്കെ നിറച്ച് നോക്കും, കാരണം കുറച്ച് ഈ പാളയ്ക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് അത് നല്ല വൃത്തിയാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ചക്ക വറുത്തതെല്ലാം അന്ന് സൂക്ഷിച്ച് വെക്കുന്ന ഇതുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം നമുക്ക് പച്ചക്ക തന്നെ അരിഞ്ഞിട്ട് തന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലാണ് നമുക്ക് കടന്നു പോകുന്നത്. ചക്ക കൊണ്ട് ഇഷ്ടംപോലെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചക്ക ഇന്ന് ഷുഗർ പേഷ്യൻറ്റിന് ഏറ്റവും നല്ലൊരു ഫുഡാണ് ചക്ക വേവിച്ച് കഴിച്ചാൽ ക്യാൻസറിനും നല്ലതാണെന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. അങ്ങനെ പല രോഗങ്ങൾക്ക് ചക്ക നല്ലതാണ്. ചക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഫുൾ നാച്ചുറലാണ്. നമ്മളറിയാം, നമ്മൾ ചക്ക അല്ല പ്ലാവ് കൃഷി ആരും അധികം വളങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. നമ്മുടെ മണ്ണിലുള്ള വളങ്ങളൊക്കെ വലിച്ചെടുത്തുകൊണ്ടാണ് പ്ലാവ് വളരുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ വിഷാംശങ്ങളൊന്നുമില്ല. ചക്കക്കുരു ഇപ്പോൾ നമുക്കറിയാം, ചക്ക ഈ പുറത്ത് മുള്ള് മാത്രം നീക്കിക്കളഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാം ഉണക്കി പൊടിച്ച് ഇപ്പം പുട്ടുപൊടിയൊക്കെ വരുന്നുണ്ട്. അപ്പം വിവിധ അംഗങ്ങളായ ആഹാര സാധനങ്ങൾ നമ്മളിപ്പോൾ ചക്കയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പല ടെക്നോളജി വികസിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം പല ആൾക്കാരും പുതിയ സംരംഭങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ചക്കയുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം അങ്ങനെ അതാണ് ചക്കയെപ്പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഒരു വീടിൻ്റെ സൈഡിൽ നമ്മുടെ ഒരു 10 സെൻറ്റോ 5 സെൻറ്റോ ആയിക്കോട്ടെ ഒരു പ്ലാവുമരമെങ്കിലും വെച്ച് പിടിപ്പിക്കുക. ചക്കയുടെ അത്രയും ഗുണമുള്ള വേറൊരു ഫ്രൂട്ടും ഇല്ല. അത്രയും നല്ലൊരു ധാതുസമ്പുഷ്ടമായ നമ്മുടെ വിറ്റാമിൻസൊക്കെ അടങ്ങിയൊരു ഫുഡാണ്. അപ്പോൾ അത് നിങ്ങൾ കൃഷി ഒരെണ്ണെങ്കിലും വെച്ച് പിടിപ്പിച്ച് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് നല്ല ആഹാരം കഴിക്കാനുള്ള സംവിധാനം ഒരുക്കുക. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ.